ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാതെ എടുക്കുന്ന ഒരു വ്ളോഗ് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കലീനിക്ക് പോകേണ്ടി വന്നു. നമ്മൾ സർജറി ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് ടാസ്ക് ഈ നൂലിൽ സ്ക്വയർ നോട്ട് ഇട്ടിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ലെങ്ത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ത്രെഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങോട്ട് എത്തുന്നില്ല എന്നായപ്പം നമ്മൾ ആ നൂല് തന്നെ വാങ്ങാൻ ചോദിച്ച് പെട്ടെന്ന് ക്ലാസ് നട്ടിറങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രീ സിറ്റി ബസ് എടുത്ത് ഇവിടെ 2 നേരം സിറ്റിക്ക് യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രീ ബസ് പോകും. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ബസ് എടുത്തത്. നമ്മൾ അപ്പം കലീന വരെ അത് പോവില്ല. അപ്പോൾ നമ്മൾ അക്കാത്തവ ഇറങ്ങി നടക്കുക ചെയ്തത്. ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങിയോണ്ട് കുറച്ച് പൂവും കായൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി പിന്നെയും നമ്മൾ തങ്ങി നിന്ന് പോയി. ഇവിടെ നിന്ന് നമ്മൾ പറിച്ചെടുത്തു. പക്ഷെ ഇതിൻ്റെ ഭംഗി കണ്ട് നടന്ന് വഴിതെറ്റിപ്പോയി. അക്കാത്തവയെന്ന് കലീനയ്ക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട്. പക്ഷേ ആ നടത്തത്തിന് പകരം നമ്മൾ ആ ഏരിയയിലുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങലായിരുന്നു ആദ്യത്തെ പരിപാടി. നമ്മൾ ത്രെഡ് നോക്കാനെന്ന വ്യാജേനയാണ് കയറുന്നത്. നമുക്ക് തന്നെ അറിയാം ഈ ഏരിയയിലെ ത്രെഡ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അവിടുത്തെ കടയിലൊക്കെ കയറി അവിടുത്തെ ഭംഗി നോക്കി ഇരിക്കുകയായിരുന്നു. കാരണം ഈ ഏരിയ നമ്മൾ അധികം വന്നിട്ടില്ലായിരുന്നു. സർജറി ത്രെഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നാണ്. എല്ലാ കടയിലും കയറി പാത്രങ്ങളുടെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ പാനൊക്കെ ഉണ്ട്. വാ ഈ നേരമായപ്പോഴത്തേനും നമുക്കിങ്ങനെ വിശപ്പിൻ്റെ ഇവിടെ നല്ല വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ അങ്ങനെ കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു സ്നാക്കൊക്കെ വാങ്ങി അതും കഴിച്ച് കഥയും പറഞ്ഞ് അവിടെ തട്ടി ഇവിടെ തട്ടി നടന്ന് നമ്മൾ അവസാനം കലീനാമോളെത്തി. ആ റഷ്യനിൽ കലീനാമോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ഒബ്വിയസ്ലി. അങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശപ്പാണ് ആദ്യം തീർക്കാൻ തോന്നി. നമ്മൾ KFC കയറിയിട്ട് ഒരു ചീഫ് ബാസ്ക്കറ്റ് വിത്ത് നഗ്ഗറ്റ്സ് കഴിച്ചത്. ഇത് നോക്കിയോട്ടോ, ഇവിടെ ഇപ്പം ഓരോ സീസൺ അനുസരിച്ച് ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ അലങ്കാരപ്പണി ഇവർ മാറ്റും. നമ്മൾ ഈ ലിയോണാർഡോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് യൂഷ്വലി സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാറ്. അപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നത്. ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ത്രെഡിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ കുറേ തപ്പിയെങ്കിലും ഇവിടെ കിട്ടിയില്ല. ഇത് എംബ്രോയ്ഡറി, വൂളൻ ത്രെഡ്, അങ്ങനത്തെ ആ കൈൻഡ് ഓഫ് ത്രെഡുകൾ അവിടെ കൂടുതലുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ എടുക്കേണ്ട നൂലിൻ്റെ ഒരു സെയിം സാധനം നമ്മൾ ഒരു കട്ട് പീസ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ്സും ഒക്കെ നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു നൂലിന്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ആ നൂലിന് തന്നെ 200 സംതിങ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് എടുത്ത് വന്നപ്പോൾ തന്നെ 280 കൈൻഡ് ഓഫ് സംതിങ് നമ്മളെടുത്തുനിന്ന് ഒരൊറ്റ ഇതിന് മാത്രമായിട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം എടുക്കുക ചെയ്തത്. ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും അത്ര തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. സാധാ നൂലാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. നൂലിൻ്റെയൊക്കെ വില നോക്ക്. 299, 119. നമ്മളിവിടെ നോക്കിയതിനും 399 ഒക്കെ ഉണ്ട്. നമ്മളിപ്പം 200 സംതിങ്ങിൻ്റെ നൂലെടുത്ത് അത് ഏറെക്കുറെ മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പേരി വരെ ഒന്ന് പോകണമായിരുന്നു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണിത്. അവിടെ പോയപ്പം ഇവിടെ വെള്ള സ്ട്രോബെറി കണ്ടു. അപ്പോൾ ഇത് വെള്ള സ്ട്രോബെറി ആണെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വെള്ള സ്ട്രോബെറി ആയിരുന്നില്ല. അത് റെഡിൽ പഴുക്കാതിരുന്നതായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ. നാട്ടിലത്തെ സ്ട്രോബെറീനെക്കാട്ടും എനിക്ക് ഇവിടുത്തെ സ്ട്രോബെറീനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നതാണെന്നറിയില്ല. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇവിടുത്തെയാണ് നട്ടോ തോന്നാറ്. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കൊതിയും വന്നു. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിട്ടൊന്നുമില്ല പോയത്. കടം വാങ്ങിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ. ഐസ്ക്രീം കഴിക്കാണ്ട് പറ്റില്ല എന്നൊക്കെ പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ആ സാമ്പേരിയിൽ നിന്ന് കുറച്ച് ലേസും പിന്നെ നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മൾ അത്രയും വാങ്ങിയ ഒരു നൂലുകളും പിന്നെ ഇത്രയും സാധനവും നമ്മൾ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ വാങ്ങിയ ലേസ് ആട്ടോ ഇതിടാൻ കവറില്ലാത്തതുകൊണ്ട് ഇത് മടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ബസ്സിൽ മൊത്തം വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ നൂലിലെ ഓണേഴ്സൊക്കെ വഴിയിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡോമിക്ക് നടക്കുകയാണ്. ഇവർ രണ്ടുപേരും 10ലാണ്, ഞാൻ 11ലാണ്. അപ്പോൾ എൻ്റെ ലേസ് ഞാൻ ഒക്കത്തൊക്കെ വെച്ച് നടപ്പാണ്. അങ്ങനെ ദേവികയുടെ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ വേറൊരു ദിവസം കാണാം. ദേവിക SPOയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ. ടു സബ്സ്ക്രൈബ്. അപ്പോൾ ശരിക്കും ബൈ.